നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലൊക്കെ കൂട്ടി കഴിക്കുന്ന മാങ്ങ കൊണ്ടുള്ളൊരു പച്ചടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പഴുത്ത മാങ്ങ ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് പാകത്തിന് ഉപ്പ്. അടുത്തതായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഈ മാങ്ങ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. നെക്സ്റ്റ് നമ്മളുടെ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മളുടെ തേങ്ങ ഇപ്പം നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മാംഗോയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മാങ്ങ നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റിപ്പോയിരിക്കണം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരക്ക് പകരം നമുക്ക് ശർക്കര ചേർക്കാം. ഇവിടെ ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര അമിതമായിട്ട് ചേർക്കണമെന്ന് ആവശ്യമില്ല. കാരണം നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ പച്ചടി സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് അല്പം കടുകിട്ട് പൊട്ടിക്കുക. അല്പം വേപ്പില ഇട്ട് കൊടുക്കുക. ഇനി കടുക് പൊടിച്ചിട്ട് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഈസിയും ടേസ്റ്റും ആയിട്ടുള്ള മാങ്ങ കൊണ്ടുള്ള പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഉണ്ടാക്കിയ പിക്ചേഴ്സ് അയച്ചു തരാണെങ്കിൽ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.